നമസ്കാരം. തൃശൂരിൽ അപ്രതീക്ഷിത വെള്ളക്കെട്ടുണ്ടായ വിഷയത്തിൽ കോർപ്പറേഷൻ സെക്രട്ടേറിയറ്റ് വിശദീകരണം തേടുമെന്ന് ജില്ലാ കളക്ടർ. കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തും. ഓട വൃത്തിയാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് തടസ്സമായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയോട് വിശദീകരണം തേടുമെന്നും കളക്ടർ കൃഷ്ണതേജ പ്രതികരിച്ചു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും. മഴവെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമെങ്കിൽ എമാക്കൽ ബണ്ട് തുറക്കുമെന്നും കനത്ത മഴയിൽ ജില്ലയിൽ 7 വീടുകൾ ഭാഗികമായി തകർന്നുവെന്നും കളക്ടർ അറിയിച്ചു. തൃശൂരിലെ വെള്ളക്കെട്ട് ഭരണകക്ഷിയുടെ സംഭാവനയാണെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ ആരോപിച്ചു. തോട് ശുദ്ധീകരണ ടെൻഡറിൽ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചില്ല. തെരഞ്ഞെടുപ്പല്ല വെള്ളക്കെട്ടിന് കാരണം. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മേയർ രാജിവെക്കണം. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും രാജൻ പല്ലൻ ആവശ്യപ്പെട്ടു. തൃശൂരിലെ അശ്വിനി ആശുപത്രിയിലടക്കം വെള്ളം കയറിയിരുന്നു. കാഷ്വാലിറ്റി വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് വെള്ളം കയറിയത്. 2018 പോലും ഇത്രയും വെള്ളം ആശുപത്രിയിൽ കയറിയിട്ടില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. വെള്ളം കയറിയതോടെ പല വീടുകളും വാസയോഗ്യമല്ലാതായിരിക്കുകയാണ്. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ കാക്കഞ്ചേരി സ്പിന്നിംഗ് മില്ലിന് സമീപം മണ്ണിടിച്ചിലുണ്ടായി. ഇതേ തുടർന്ന് ഗതാഗതം വഴിതിരിച്ചുവിട്ടിരുന്നു. മരം കടപുഴകി വീണു. 11 kV ലൈനിന് മുകളിലൂടെ റോഡിന് കുറുകെയാണ് മരം വീണത്. അഗ്നിരക്ഷാസേനയെത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്.